നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയമാണ്. അങ്ങേയറ്റം സങ്കീർണമായ തീരപ്രദേശങ്ങളും മലയോര മേഖലകളുമൊക്കെ ഒന്നിച്ചു പോകുന്ന ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും പ്രധാനപ്പെട്ടതാണ്. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ എല്ലാ കാലത്തും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതേതെങ്കിലും മുന്നണിക്കോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ അനുകൂലമല്ല. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയം പറയാൻ ഈ നിയോജക മണ്ഡലം കൃത്യമായ നിലപാടെടുത്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പൊതുവിൽ ഇടതുകോട്ട എന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൻ്റെ ജനവിധി മാറി ചിന്തിച്ചത്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? വിശദമായി തന്നെ പരിശോധിക്കാം ഇലക്ഷൻ ചാനലിലൂടെ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ ചാനലിലെ ഇന്നത്തെ പരിശോധന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. മാറിമറയുന്ന രാഷ്ട്രീയമുള്ള ആറ്റിങ്ങൽ പൊതുവിൽ ഇടതുകോട്ട എന്നതാണ് CPM കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നതാണ് ആ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞകാല ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. മാറിമറയുന്ന സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ആറ്റിങ്ങൽ. മണ്ഡലത്തിൻ്റെ മാറിയ സ്വഭാവം പുതിയ രാഷ്ട്രീയത്തിൻ്റെ സൂചനകൾ നൽകുന്നു. ഒപ്പം തന്നെ ഇടതു വലതു മുന്നണികൾക്ക് ബദലായി കൃത്യമായ തേരോട്ടം ഉയർത്തിക്കൊണ്ട് BJPയും ആ മണ്ഡലത്തിൽ അതിശക്തമായ സാന്നിധ്യം അറിയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ 14% വോട്ടിംഗ് ശതമാനത്തിലെ വർധനമാണ് കഴിഞ്ഞ തവണ BJP ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. ഇങ്ങനെ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ പൂർണ്ണമാവുന്ന തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ആറ്റിങ്ങലിലുള്ളത്. അവിടെ അടൂർ പ്രകാശ് തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഒപ്പം തന്നെ വി ജോയി ആയിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഒപ്പം വി മുരളീധരൻ അവിടെ BJPയിൽ നിന്നും കളത്തിലിറങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങാൻ പോകുന്ന 3 സ്ഥാനാർത്ഥികളും. ഈ 3 സ്ഥാനാർത്ഥികളും കളം നിറയുമ്പോൾ ആറ്റിങ്ങൽ എങ്ങനെ ചിന്തിക്കുമെന്നത് ഇത്തവണ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും ശക്തമായ വീറിട്ട പോരാട്ട ചിത്രമായി ആറ്റിങ്ങലിനെ മാറ്റുകയും ചെയ്തു. മനു, അങ്ങനെ തന്നെയല്ലേ സാഹചര്യം? ഈ ആറ്റിങ്ങൽ നമ്മൾ പണ്ട് കരുതുന്ന പോലെയല്ല. ഇത്തവണ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി ആറ്റിങ്ങൽ മാറുകയാണ്. അത് വി മുരളീധരൻ വരുന്നു എന്നുള്ളതോടുകൂടി അതൊരു നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് ആറ്റിങ്ങൽ വരുന്നു. 2, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തിരുവനന്തപുരത്ത് ഒരു നായർ ജയിക്കും, ആറ്റിങ്ങലിൽ ഒരു ഈഴവൻ ജയിക്കും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കണക്കുകളെല്ലാം തെറ്റിച്ചൊരു ചരിത്രം ഈ ചിറയൻകീഴിനും ആറ്റിങ്ങലിനുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സമവാക്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള സംശയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് 3 ശക്തരായ സ്ഥാനാർത്ഥികൾ അവിടെ വരുന്നു. അടൂർ പ്രകാശ് കൂടുതൽ കരുത്തനാണ്. വി ജോയ് നമുക്കറിയാം, നേരത്തെ തന്നെ അത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ, അല്ലാതെ തന്നെ SFI നേതാവ് എന്ന നിലയിൽ തുടങ്ങിയ വലിയ ഒരു പ്രവർത്തന പാരമ്പര്യവുമായാണ് വി ജോയ് വരുന്നത്. അപ്പോൾ അവിടെ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വി ജോയ് നേടിയ ഒരു വിജയം, അത് മണ്ഡലം പിടിച്ചെടുക്കുന്ന രീതി, അങ്ങനെ MLA എന്ന നിലയിൽ കാണിച്ച പെർഫോമൻസ്, വർക്കലയിൽ അപ്പോൾ MLA എന്ന നിലയിൽ അവിടെ നേടിയ പെർഫോമൻസ്, ഇതെല്ലാം വളരെ ശ്രദ്ധേയനായ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. വോട്ട് വർദ്ധിച്ചു 2ാം ടേമിൽ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ആറ്റിങ്ങലിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്നത് വളരെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കാണുന്നു. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നതാണ് ഒരു ഫാക്ടർ. CPMന് ഇത് കഴിഞ്ഞ തവണ നഷ്ടമായി, ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായി എന്നൊക്കെയുള്ളൊരു പോലെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന അവരുടെ മണ്ഡലമാണെന്ന് CPM വിചാരിക്കുന്നു. അതേസമയം അടൂർ പ്രകാശിന് അത് നിലനിർത്താൻ കഴിയുമെന്ന UDFൻ്റെ പ്രതീക്ഷയും ആറ്റിങ്ങലിനെ ഒരു ഹോട്ട് സീറ്റാക്കി മാറ്റുകയാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും ഈ സ്ഥാനാർത്ഥി ചിത്രം, ഈ 3 പേരും ആണ് ഒരുപക്ഷെ ആറ്റിങ്ങലിനെ ഏറ്റവും നിർണായകമാക്കുക. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലത്തുമായി ആറ്റിങ്ങലിനെ മാറ്റുന്ന ഒരുപക്ഷെ കൃത്യമായ ഈ 3 സ്ഥാനാർത്ഥികളുടെ ലൈനപ്പ് തന്നെയാവും. മനു, അല്ലേ? അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, കാരണം ഈ അടൂർ പ്രകാശ് അവിടെ കഴിഞ്ഞ തവണ ഈ മണ്ഡലം സമ്പത്തിന് അവിടെ പരാജയപ്പെടില്ല എന്നൊരു ഭയങ്കര തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകൾക്കും, പ്രത്യേകിച്ച് CPMന്. അദ്ദേഹം അനിരുദ്ധൻ്റെ മകനൊക്കെയാണല്ലോ. വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്ന അനിരുദ്ധൻ്റെ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. അവിടെ നിന്നൊക്കെ ഈ മണ്ഡലം അടൂർ പ്രകാശ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ
അത് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല ഇപ്പോൾ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി എനിക്ക് തോന്നുന്നു ഈ കോന്നി MLA സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഈ മത്സരിക്കാൻ എത്തുമ്പോൾ ഇതൊരു കൈവിട്ട കളിയല്ലേ എന്ന തോന്നൽ പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നു. കാരണം ഇടത് കോട്ടയെന്നായിരുന്നു അന്ന് ആറ്റിങ്ങലിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞു വെച്ചിരുന്നത്. അതെ, വിജയപ്രതീക്ഷ അന്ന് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ സമ്പത്ത് തന്നെ ജയിച്ചേക്കും എന്നൊക്കെ ഉള്ളൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. ഏതായാലും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി രാഷ്ട്രീയ ഫാക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് മനു അതിന് മുമ്പായിട്ട് ഈ ആറ്റിങ്ങലിൻ്റെ ഒരു പൊതു സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ സാഹചര്യം നോക്കാം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. വർക്കല, ഒപ്പം ആറ്റിങ്ങൽ, ചിറയൻകീഴ്, ഒപ്പം നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട, ഇങ്ങനെ ഇത്തരം കൃത്യമായ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഓരോ മണ്ഡലങ്ങളുടെയും വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വർക്കലയിൽ 1,83,353 എന്ന അതാണ് സംഖ്യ. ഒപ്പം തന്നെ ആറ്റിങ്ങൽ പരിശോധിക്കുമ്പോൾ 1,99,096. ചിറയൻകീഴാവട്ടെ 1,97,085. നെടുമങ്ങാടേക്ക് വരുമ്പോൾ അത് 2,05,517. വാമനപുരത്ത് 1,96,942. അരുവിക്കരയിൽ 1,89,875. കാട്ടാക്കടയിൽ 1,90,683. അത് പരിശോധിക്കുമ്പോൾ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 2 ലക്ഷത്തിൽ പരം വോട്ടർമാർ നെടുമങ്ങാട് ഉണ്ട് എന്നതാണ് ചിത്രം. മനു, ഒരു കാര്യം ശ്രദ്ധേയമാണ്, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇടതു ജനപ്രതിനിധികളാണ് എന്ന പ്രത്യേകതയുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് വലിയ നേട്ടമുണ്ടാക്കി ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഈ 7 ഇടത്തും ഇടത് പ്രതിനിധികളാണുള്ളത് എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതെ, ഇത് ഇപ്പോൾ ഒരു 10-13 ലക്ഷത്തോളം വോട്ടർമാർ ആണ് ഈ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളാണ്. അതിൽ സ്ത്രീകളുടെ വോട്ട് പുരുഷന്മാരോളം വരുന്നില്ല. പുരുഷന്മാർക്ക് തന്നെയാണ് ചില മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ, സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം കൂടുതൽ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ ഇതിലുള്ളത്, വോട്ടർമാരായി ഉള്ളത്. അതേസമയം ഈ സൈത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലങ്ങൾ കൂടുതലും എല്ലാ മണ്ഡലങ്ങളും ഇടതു ചേരിക്കൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നു. ആ വോട്ടിംഗ് പാറ്റേൺ ആവർത്തിക്കുമോ അതോ പാർലമെൻറ്റിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണോ? ഇത്തരം വിഷയങ്ങളാണ് ശരിക്കും ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സഗൗരവം ചർച്ചയാകാൻ പോകുന്നത്. അതെ, ഈ 2019 തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ അടൂർ പ്രകാശും ഒപ്പം സമ്പത്തും ശോഭാ സുരേന്ദ്രനുമായിരുന്നു 3 സ്ഥാനാർത്ഥികൾ ഈ 2019 തെരഞ്ഞെടുപ്പ് ചിത്രത്തിലാണ് ഈ മാറിമറിഞ്ഞ അട്ടിമറി സാധ്യതകൾ അവിടെ ചർച്ചയായത് എന്നതാണ് ആറ്റിങ്ങലിനെ നിർണായകമാക്കിയത്. കഴിഞ്ഞ 2019 വോട്ടിംഗ് ശതമാനം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ 37% UDF വോട്ട് കിട്ടുന്നു. അതായത് UDFന് 7.5% വോട്ട് ശതമാനം വർധനവ് കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായി എന്നതാണ്. ഒപ്പം ഇടതുമുന്നണിയുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 34% വോട്ടാണ് ഉണ്ടായത്. അതായത് -11.8, അതായത് 11% കുറവാണ് വോട്ടിങ്ങിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കുണ്ടായത്. BJPയുടെ ചിത്രം വളരെ രസകരമാണ്, കൗതുകകരമാണ്. 24.7% വോട്ടാണ് BJP കഴിഞ്ഞ തവണ നേടിയത്. അതായത് 14%-ലധികം വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് കഴിഞ്ഞ തവണ അവിടെ BJP ഉണ്ടാക്കി എന്നതാണ്. അതെ, BJPയുടെ ആ വോട്ടിംഗ് വർധനവ് അത് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അവരുടെ ഒരു സ്റ്റേറ്റ് ലെവൽ നേതാവ് എന്ന നിലയിൽ വരുന്നു. മാത്രമല്ല BJPക്ക് എല്ലായിടത്തും കഴിഞ്ഞ തവണ നല്ല തരത്തിൽ വോട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ നേരത്തെ നമ്മൾ അവിടെ അവിടെ കാണുന്നൊരു ചിത്രം BJPക്ക് അങ്ങനെ വലിയൊരു സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലം എന്ന നിലയിലായിരുന്നു ആറ്റിങ്ങൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞ ഈ ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ അത് വളരെ വ്യക്തമാണ്. മനു, നോക്കൂ, 2019 2014 തൊട്ട് മുന്നും അതിനു മുമ്പുമുള്ള 2 തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് ശതമാനം നമുക്ക് താരതമ്യം ചെയ്യാം. UDFിൻ്റെ ചിത്രം നോക്കൂ. 2019 അതായത് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ 37.9% UDF വോട്ടുകൾ നേടിയപ്പോൾ 2014 37.6%. അതായത് അന്ന് ബിന്ദു കൃഷ്ണയാണ് UDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്. അന്ന് 37.6% വോട്ട്. ഇടതുമുന്നണിയുടെ നോക്കൂ, LDFന് 2019 അതായത് കഴിഞ്ഞ തവണ സമ്പത്ത് പരാജയപ്പെട്ടപ്പോൾ 34.1% വോട്ട് ലഭിച്ചപ്പോൾ 2014 അത് 45.7% ഇടതുമുന്നണിയുടെ ചിത്രം. BJPയുടെ നോക്കൂ, BJP 2019
24.7% വോട്ട് നേടി. അതായത് ശോഭാ സുരേന്ദ്രൻ തൊട്ടു മുമ്പ് ഗിരിജാകുമാരി എന്ന സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് 2014 അവർ നേടിയത് 10.5%. അതായത് 14% വോട്ട് വർധനവ് അവിടെ ഉണ്ടായി എന്നത്. അതിൽ ഈ LDFന്റെ വോട്ട് ഇങ്ങനെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഒരു വലിയ സംശയമായി നിലനിൽക്കുന്നത്. എന്താണ് ആ വോട്ടുകൾക്ക് സംഭവിച്ചത്? കാരണം അതൊരു പക്ഷേ ഒരു നിഷ്പക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണ അത് കുറച്ചുകൂടി ഇത് അനുകൂലമായി വന്നു കാണും. പക്ഷേ BJP നമുക്ക് നേരത്തെ അറിയാം, അവിടെ S ഗിരിജാകുമാരി എന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവർ മത്സരിച്ചത്. അവർ CPM വന്നതാണ്. 10 വർഷം പഞ്ചായത്ത് വെള്ളനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് വന്നിട്ടാണ് അവർ അവിടെ CPMൽ അഴിമതിയാണ് എന്നൊക്കെ ആരോപിച്ചാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ തോട്ടക്കാട്ട് ശശി അവിടെ മത്സരിക്കുമ്പോൾ അവിടെ ഒക്കെ ഈ 6% എന്ന നിലയിൽ 10% BJPയുടെ ഒരു മാക്സിമം വോട്ടായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ശശി അവിടെ തോട്ടക്കാട് ശശി അവിടെ മത്സരിക്കുമ്പോൾ 6%, 6 പോയിന്റ് സംതിങ് വരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ S ഗിരിജാകുമാരി അവർ സമ്പത്തിനോടൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, എന്തായാലും 10% നിൽക്കുന്നു. പക്ഷേ അതിൽ നിന്നപ്പുറത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാറ്റം. മനു, എനിക്ക് തോന്നുന്നു 1999 മുതൽ 2019 വരെയുള്ള BJPയുടെ ഈ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ വളർച്ച പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് വ്യക്തമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ 1999 വരെ 10% താഴെയാണ്. അതായത് 1957 മുതൽ 99 വരെയുള്ള തെരഞ്ഞെടുപ്പാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ 10% താഴെ മാത്രമാണ് BJPയുടെ വോട്ടിംഗ് ശതമാനം. അത് 2004 ആവുമ്പോഴേക്കും 10.8% വർദ്ധിക്കുന്നു. അങ്ങനെ 71,982 വോട്ടായി ആ തെരഞ്ഞെടുപ്പിൽ വർധനവുണ്ടാവുന്നുണ്ട്. പക്ഷേ 2009 ചിത്രത്തിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. 6% വോട്ടിംഗ് ശതമാനം കുറയുന്നു. പിന്നെയാണ് മുമ്പ് നമ്മൾ പരാമർശിച്ച 2 തെരഞ്ഞെടുപ്പുകളും വരുന്നത്. ഗിരിജാകുമാരി മത്സരിച്ച 2014 10% ആ വോട്ടിംഗ് ശതമാനം മാറുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച 2019 24% വോട്ടിംഗ് ശതമാനം വളരുന്നു. 2,48,81 വോട്ടുകൾ, അതായത് 2004 71,000 വോട്ടുകൾ നേടിയ പാർട്ടിയാണ് 2019 2,48,000 പരം വോട്ടുകൾ നേടിയത് എന്നതാണ് ആറ്റിങ്ങിലെ BJPയുടെ വളർച്ചയുടെ ചരിത്രം. അതെ, 2,48,000 വോട്ട് നേടുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. മാത്രമല്ല, ഈ ഒരിക്കൽ ഇന്ത്യ ഷൈനിങ് എന്നുള്ളൊരു ഫാക്ടർ കുറച്ചൊക്കെ വോട്ടിനെ ബാധിച്ചു. പിന്നീട് അത് അടുത്ത മൻമോഹൻ സിംഗിൻ്റെ 1ാം UPA സർക്കാർ വരികയും പിന്നെ 2ാം UPA സർക്കാർ വരുമ്പോൾ പിന്നെ BJP അങ്ങനെ അപ്രസക്തമായി പോകും എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ വോട്ടുകൾ താഴോട്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ 2014 ഈ സാഹചര്യം മാറുകയും അവിടുന്ന് അങ്ങോട്ട് വലിയ ഒരു മാറ്റമുണ്ടാവില്ല. അതാണ് ഈ ശോഭാ സുരേന്ദ്രൻ 2,48,000 വോട്ടുകൾ, 48,081 എന്ന് പറയുന്നത്. അപ്പോൾ ഗിരിജാകുമാരിക്ക് കിട്ടിയത് 1,00,000 താഴെയാണ്, 90,558 വോട്ടുകളാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഈ സാഹചര്യം മാറി അത് വരികയാണ്. മാത്രമല്ല, നമുക്ക് ഈ 2014 SDPI വേറൊരു സ്ഥാനാർത്ഥിയായൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട്, BSP, അങ്ങനെയൊക്കെ പല തരത്തിൽ വോട്ട് സ്പ്ലിറ്റ്സ് ഒക്കെ കാണാൻ കഴിയും. പക്ഷേ ഈ കഴിഞ്ഞ 2019 ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു SDPIയുടെ വോട്ടുകൾ കുറയുന്നു. ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ്, ത്രികോണ മത്സരത്തിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു. മറ്റ് ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥികളൊക്കെ നാമമാത്രമായ വോട്ടുകൾ മാത്രമേ പിടിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു മാറ്റം കോൺഗ്രസിന് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിന് അവിടെ ഒരു സ്ഥിരം വോട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് ഈ 36%-ഓളം അടുപ്പിച്ച് ഒരു കൺസോളിഡേറ്റഡ് വോട്ടുണ്ട്. അത് അതേസമയം CPMന് അത് 45 വരെ പോകാം, അല്ലെങ്കിൽ 42 വരെ പോകാം എന്നുള്ളൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് വലിയ പ്രശ്നം. യെസ് മനു, നമ്മൾ ഈ ആറ്റിങ്ങലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കടന്നുപോയ മഹാരഥന്മാരെല്ലാവരും രാഷ്ട്രീയ പരീക്ഷണം നടത്തിയ ഒരു ഇടം കൂടിയാണ് ആറ്റിങ്ങൽ. ഉദാഹരണമായി പറഞ്ഞാൽ R. ശങ്കർ, വർക്കല രാധാകൃഷ്ണൻ, K. അനുരുദ്ധൻ, വയലാർ രവി, സുശീല ഗോപാലൻ, തലേക്കുന്നിൽ ബഷീർ, MI ഷാനവാസ്, MM ഹസൻ, ബിന്ദു കൃഷ്ണ, അടൂർ പ്രകാശ്, A. സമ്പത്ത്, അങ്ങനെ ആ പട്ടികയുടെ പുതുമുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പല ഘട്ടങ്ങളിലായി കടന്നുപോയ ഒരു മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ എന്നതാണ്. അവിടെയാണ് ആറ്റിങ്ങലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലരെയൊക്കെ വാഴിച്ചതും ചിലരെയൊക്കെ വീഴ്ചതുമായ ചരിത്രം കൃത്യമായി ആറ്റിങ്ങൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചരിത്ര പരിശോധന കൂടി നമുക്ക് വേഗത്തിൽ നടത്താമെന്ന് തോന്നുന്നു. അതെ, അവിടെ പല വമ്പന്മാരും വീണ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈ 67 അനിരുദ്ധൻ വരികയാണ്, K. അനിരുദ്ധൻ. അദ്ദേഹം പിന്നെ ഒരു വലിയ ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ പ്രവർത്തിച്ച അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യവുമായി അദ്ദേഹം വരുന്നു. മാത്രമല്ല ഇതിന് ശേഷം
നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ വയലാർ രവിയുടെ ഒരു ആധിപത്യം. അതെ അതെ. വയലാർ രവി 2 ടേം 5 6 പാർലമെൻറ്റുകളിൽ അവിടെ ജയിച്ചു വരും. അപ്പോൾ ഈ ഇതിൽ നിന്ന് വെച്ചാൽ 71 ഈ വയലാർ രവി അവിടെ മത്സരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി നേരിട്ട് വയലാർ രവിയോട് പറഞ്ഞിരുന്നു ഇവിടെ മത്സരിക്കരുത്, കാരണം അത് നമുക്ക് അത്ര ഒരു സേഫ് അല്ലാത്തൊരു മണ്ഡലമാണ്, കാരണം അത് CPM മണ്ഡലം എന്നുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മണ്ഡലം എന്ന തരത്തിലായിരുന്നു. അപ്പോൾ അതൊരു വെല്ലുവിളിയെ ഏറ്റെടുത്താണ് അന്നത്തെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ വയലാർ രവി അത് ചെയ്യുന്നു. മാത്രമല്ല ഇന്ദിരാഗാന്ധി അന്ന് കരുണാകരനോടും ഒക്കെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് വേറെ മണ്ഡലം കൊടുക്കണമെന്നൊക്കെ. പക്ഷേ എന്തായാലും വയലാർ രവി അവിടെ മത്സരിക്കുകയും പിന്നെ അതിനെ തുടർന്ന് ആ വിജയം വയലാർ രവിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടമായി. കാരണം ഇന്ദിരാഗാന്ധി ഈ വിജയം മണ്ഡലം പിടിച്ചെടുത്ത് വന്നു അങ്ങനെയൊക്കെയുള്ള, പക്ഷേ ആ വയലാർ രവി വീണുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ 2019 തൊട്ട് പുറകോട്ട് പരിശോധിക്കുന്നതിനേക്ക് വളരെ കൃത്യമായി ആ ചിത്രം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2019 സമ്പത്തിൻ്റെ പരാജയം തന്നെ ഒരു വമ്പനെ കൊമ്പ് കുത്തിച്ച തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാം. കാരണം സമ്പത്ത് ആദ്യം ചിറയും കീഴിലും പിന്നീട് 2 തവണ ഈ ആറ്റിങ്ങലുമായി ഇങ്ങനെ വിജയിച്ച് വലിയ ഇടതു കോട്ട എന്ന് അവകാശപ്പെട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത തോൽവി. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് തോൽപ്പിക്കുമെന്ന് ഒരിക്കലും സമ്പത്തോ CPM കേന്ദ്രങ്ങളോ അന്ന് പ്രതീക്ഷിച്ചില്ല. 2 സ്ഥലങ്ങളായിരുന്നു, ഒന്ന് ആറ്റിങ്ങലും ആലത്തൂരും. ഈ 2 ഇടങ്ങളിലും ഒരു കാരണവശാലും CPM പരാജയപ്പെടില്ല. മറ്റെവിടെ പരാജയപ്പെട്ടാലും ഈ 2 ഇടത്ത് ഒരിക്കലും പരാജയപ്പെടില്ല. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വിൻ ഹാൻഡ്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിച്ചില്ലെങ്കിലും ജയിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് അമ്പയെ പരാജയപ്പെട്ടു പോവുകയും വലിയ, എന്നാൽ ഈ ആലപ്പുഴയേക്കാൾ ഒരു പക്ഷേ ആറ്റിങ്ങൽ പ്രതീക്ഷയുണ്ടായി. അതെ ഉണ്ടായി. നമുക്ക് ഈ 67 മുതലുള്ള ചിത്രം നോക്കുമ്പോൾ ആർ ശങ്കർ, നേരത്തെ പരാമർശിച്ചു, ആർ ശങ്കറിനെ പോലെയുള്ള പ്രമുഖരൊക്കെ വന്നുപോയ ഇടമാണ്. ആർ ശങ്കറിനെ കെ അനിരുദ്ധനാണ് തോൽപ്പിക്കുന്നത് 1967 എന്നതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. അത് കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട തോൽവിയായിരുന്നു. നമുക്കറിയാം ആർ ശങ്കർ എന്ന വ്യക്തിയെ ഒരു അനിരുദ്ധനെ പോലെ ഒരു നേതാവ് തോൽപ്പിക്കുമ്പോൾ, അനിരുദ്ധൻ അന്ന് CPM ഒരു പ്രാദേശിക നേതാവാണ്, അത്ര വലിയ സംസ്ഥാന മുഖമൊന്നുമല്ല. അതായത് ഈ സമ്പത്തിന്റെ 65 തന്നെ ഇദ്ദേഹം കാട്ടക്കടയിൽ ഇത് 65 തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി നേരിട്ടുമ്പോഴും അനിരുദ്ധൻ അതിനെ എതിർത്ത് ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഈ ആറ്റിങ്ങലിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ അനിരുദ്ധൻ ഒരു നേതാവിനെ ലോക്സഭാ മണ്ഡലത്തിൽ മലർത്തിയടിക്കുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ മലർത്തിയടിക്കുക മാത്രമല്ല, അദ്ദേഹം അന്ന് ഒരു അദ്ദേഹത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അനിരുദ്ധൻ ജയിലിൽ നിന്നാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ നേരിട്ട്. അന്ന് ചിത്രത്തിലൊക്കെ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിൽ അഴികൾക്കുള്ളിൽ നിൽക്കുന്ന പടമൊക്കെ വെച്ചിട്ടാണ് ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഫൈറ്റിൻ്റെയൊക്കെ ഒരു ഭാഗമായാണ് അത് വരുന്നത്. പിന്നെ മറ്റൊന്ന് ഈ 1971 വർക്കല രാധാകൃഷ്ണൻ്റെ പരാജയമാണ്. അന്ന് വയലാർ രവിയാണ് വിജയം നേടുന്നത്. എനിക്ക് തോന്നുന്നു 49,000-ൽ പരം വോട്ടുകൾക്കാണ് അന്ന് വയലാർ രവി വിജയിച്ച് കയറുന്നത്. വർക്കല രാധാകൃഷ്ണൻ അങ്ങനെ വലിയ മുഖമായി CPM-ൽ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വയലാർ രവി എന്നുള്ള പരാജയം ഉണ്ടാകുന്നത്. നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ സുശീല ഗോപാലിൻ്റെ പരാജയം കൂടി ശ്രദ്ധേയമാണ്. വെറും 5130 വോട്ടിന് അന്നാണ് സുശീല ഗോപാലൻ പരാജയപ്പെടുന്നത് തലേക്കുന്നിൽ ബഷീറിനോട്. അന്ന് തലേക്കുന്നിൽ ബഷീർ കോൺഗ്രസിൻ്റെ ഒരു യുവമുഖമാണ്. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രേം നസീർ സഹോദരിയാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ DCC പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല തലേക്കുന്നിൽ ബഷീറിന് ഒരു ഇതെന്ന് വെച്ചാൽ AK ആൻ്റണിക്ക് അന്ന് മുഖ്യമന്ത്രിയാകാൻ ഇദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെ അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരൻ രാജൻ കേസുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായി വരികയും ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ ആരെങ്കിലും ഒരാൾ മാറിക്കൊടുക്കണമല്ലോ, അങ്ങനെ തലേക്കൊന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറ്റിങ്ങൽ എപ്പോഴും ഈഴവർക്ക് വോട്ട് ചെയ്യും എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കൊള്ളണമെന്നില്ല. കരുത്തുറ്റ ഒരു നേതാവിന് ഏത് ഘട്ടത്തിലും അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വയലാർ രവിയുടെ 80-ലെ പരാജയവും ശ്രദ്ധേയമായിരുന്നു. പക്ഷേ അന്ന് വേറൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അന്ന് കോൺഗ്രസ് യുണൈറ്റഡ് കാൻഡിഡേറ്റ് ആയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അന്ന് റഹീമാണ് അന്ന് ആ റഹീം പിന്നീട് അദ്ദേഹം മേഘാലയ ഗവർണറൊക്കെ ആയിപ്പോയി. അദ്ദേഹം പിന്നെ ഒരു കറകളഞ്ഞ ഒരു വലിയ അബൂബക്കർ അബ്ദുൾ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നെ KPCC വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ആ നിലയ്ക്ക് ആ ഒരു വിജയം അദ്ദേഹത്തിന് അവിടെ കിട്ടുകയും ഈ 98-ലെ MMSന്റെ പരാജയവും അന്ന് വർക്കല രാധാകൃഷ്ണനിലൂടെ ആയിരുന്നു എന്നതാണ് രാഷ്ട്രീയം. ഈ MMSന്റെ പരാജയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് ഭാഗ്യം പരീക്ഷിച്ചു പോയൊരു ഇടമാണ്. മനു, ഈ 1957 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പരാമർശിച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ജയവും പരാജയവും എല്ലാം ഒരു ചെറിയ വോട്ടുകൾക്കാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉദാഹരണമായി ഞാൻ പറയാം. കാരണം സംസ്ഥാനത്ത് അന്ന് UDFിൻ്റെ UDFിന് വൻ വിജയമുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ.
19 പേര് വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും 1 ലക്ഷമോ 1 ലക്ഷത്തിൽ പരമോ വോട്ടുകൾക്ക് വിജയിച്ചു വന്നപ്പോൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് 34,000 പരം വോട്ടായി ചുരുങ്ങി. മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും 1000, 2000, 3000 വോട്ടുകൾക്ക് വിജയിച്ച ചരിത്രമുണ്ട്, ആറ്റിങ്ങൽ ഉണ്ടായിട്ടുണ്ട്. അതെ, മാത്രമല്ല ആറ്റിങ്ങലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, വൻ വിജയം ആണ് അവിടെ. കാരണം ഈ ആറ്റിങ്ങൽ മണ്ഡലം ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെ അന്ന് നമ്മുടെ MK കുമാരൻ ആദ്യം മത്സരിച്ച അദ്ദേഹത്തിന് 90,000 വോട്ടുകൾക്ക് അന്ന് CPM ആ കാലഘട്ടത്തിൽ CPI അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ജയിച്ചത് ആ 90,000 വോട്ടുകൾ. അതൊരു വലിയ റെക്കോർഡായി കുറേ കാലത്തേക്ക്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ റെക്കോർഡ് മാറിയിട്ടില്ല. ഈ മനു ഈ കണക്ക് പരിശോധിക്കുമ്പോൾ, കാരണം പൊതുവിൽ CPM അവരുടെ ഉറച്ച ഇടമായി സംസ്ഥാനത്ത് അവകാശപ്പെട്ടിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാസർഗോഡോ അല്ലെങ്കിൽ പാലക്കാടോ അല്ലെങ്കിൽ ആലത്തൂരോ ഒക്കെ പോലെ അവരെ അവകാശപ്പെടുന്ന ഒരു ഇടമായിരുന്നു ഈ ആറ്റിങ്ങലും. പക്ഷേ അത് ചിത്രം പിന്നീട് മാറി എന്നുള്ളതാണ്. പക്ഷേ ഈ സുശീല ഗോപാലൻ കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ CPM ആ മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ആ ചിത്രത്തിൽ മാറ്റമുണ്ട്. അതെ, അതിനുശേഷം ഈ സുശീല ഗോപാലൻ ഇപ്പം നമ്മുടെ തലക്കുന്നിൽ ബഷീറിന് ശേഷം സുശീല ഗോപാലൻ അവിടെ 91-ൽ എത്തുകയാണ്. അപ്പോൾ അതോടുകൂടി ഇത് പിന്നെ ഒരു CPM കോട്ടയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി. പിന്നെ സമ്പത്ത് വരുന്നു. സമ്പത്താണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനിരുദ്ധൻ്റെ പിൻഗാമിയാണ്. നേരത്തെ അദ്ദേഹം ചിറയൻകീഴിൽ നിന്നിട്ടാണല്ലോ, അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ചിറയൻകീഴിലാണല്ലോ ആദ്യം MLA മത്സരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ആർ ശങ്കറുമായുള്ള കൊമ്പ് കോർക്കുന്നു. പിന്നെ പാർലമെൻറ്റ് അംഗത്തിൽ വരുന്നു. അപ്പോൾ ആ ഒരു അനിരുദ്ധൻ്റെ ഒരു പാരമ്പര്യം അദ്ദേഹം, പിന്നെ അതുപോലെ ഇദ്ദേഹം ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ തിളങ്ങി. അപ്പോൾ ആ സ്വാഭാവികമായും ആ സമ്പത്ത് വീണ്ടും ജയിച്ചു കയറും എന്നൊരു തികഞ്ഞ പ്രതീക്ഷയ്ക്കുള്ള എല്ലാ വകയും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരി മനു, നമുക്ക് ഇനി ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനും അപ്പുറത്തേക്ക് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ എങ്ങനെ ആർക്കൊപ്പം നിൽക്കുമെന്ന രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ജാതി മത സമവാക്യങ്ങളൊന്ന് പരാമർശിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ശേഖരിച്ച ഒരു കണക്ക് പ്രകാരം 38% ഈഴവ വോട്ടുകളുള്ള ലോക്സഭാ മണ്ഡലമാണ്. അതായത് ഈഴവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾക്കെന്നല്ല, അതിൽ ഈഴവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. പക്ഷേ ഇടവരെ മാത്രമല്ല മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ളത് എന്ന ചരിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എന്തോ ഈഴവ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഒരു സാധ്യത കൂടുതലായി നൽകുന്നു എന്നതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രവും അങ്ങനെ തന്നെയാണ്. എല്ലാ ഘട്ടത്തിലും ഈഴവർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ തലക്കുന്നിൽ ബഷീറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈഴവർക്കൊരു പ്രാതിനിധ്യം കിട്ടിയേക്കും. അങ്ങനെയാണ് ഈ വയലാർ രവിയൊക്കെ അവിടേക്ക് വരുന്നത്. കാരണം അദ്ദേഹം ഈ മേഴ്സി രവി വിവാഹം കഴിച്ചതോടുകൂടി മറ്റ് ക്രിസ്ത്യൻ ഇതായിട്ടുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വിചാരിച്ചത്ര ഇത് കിട്ടിയേക്കില്ല എന്നൊക്കെയുള്ളൊരു ആശങ്ക അന്ന് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ അത് ജയിക്കുകയും ചെയ്തു. പക്ഷേ വയലാർ രവി തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആറ്റിങ്ങലിൻ്റെ ഒരു പൊതു വികസന രാഷ്ട്രീയങ്ങൾ പരിശോധിക്കുമ്പോൾ മനു, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വികസന വിഷയങ്ങളൊന്ന് ആറ്റിങ്ങൽ ബൈപ്പാസ് പ്രശ്നമായിരുന്നു. ആ ബൈപ്പാസ് വികസനവുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതൊരു പ്രശ്നമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു. ദേശീയപാത വികസനം അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡ് എന്ന രീതിയിൽ അതും ചർച്ചയാവുന്നു. സ്വാഭാവികമായും ഈ ഗതാഗത വിഷയം എന്നുള്ളത് BJP ഒരു ഡെവലപ്മെൻറ്റ് ഇഷ്യൂ റേസ് ചെയ്യുന്നത് കൊണ്ട് അത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗതാഗതം, ആറ്റിങ്ങലിൻ്റെ എന്താ പറയുക പൊതുവേ ഉള്ളൊരു പിന്നോക്കാവസ്ഥ, തിരുവനന്തപുരത്തിനോട് തൊട്ടടുത്ത് കിടന്നിട്ടും ആ ഒരു കുറേ കൂടി ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ കൊച്ചിക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ വളരുന്ന വേഗതയിൽ ആറ്റിങ്ങൽ വളർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അവിടെ കുറേ കൂടി സാധ്യതകൾ. ഒരു നഗരമണ്ഡലം, ലോക്സഭാ മണ്ഡലമല്ല ആറ്റിങ്ങൽ. പൊതുവിൽ ചില നഗരമേഖലകൾ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മലയോര മേഖലകൾക്ക് കൃത്യമായ സാന്നിധ്യമുണ്ട്. നെടുമങ്ങാടൊക്കെ പോലെയുള്ള ഈ പൊന്മുടിയുള്ള പ്രദേശങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് എന്ന പ്രത്യേകത കൂടി ആറ്റിങ്ങലിന് പൊതുവിലുണ്ട്. പക്ഷേ ഒരു ഒട്ടനവധി പോസിബിലിറ്റീസ് ഉണ്ട്. അതായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു വലിയ അജണ്ട. കാരണം അത്തരം ഒരുപാട് ഡെവലപ്മെന്റിന് പോസിബിലിറ്റി ഉള്ളൊരു സ്ഥലം എന്ന നിലയിൽ അവിടെ അതൊരു വലിയ വിജയമായി സാധ്യതയായി മാറും. ശരിയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആറ്റിങ്ങൽ ഇത്തവണ ജനവിധി എഴുതുമ്പോൾ അത് ആ ജനവിധി അങ്ങേറ്റം നിർണായകമാണ്. കാരണം അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 7 ഇടത്തും ഇടതുമുന്നണി പ്രതിനിധികളുള്ള ഒരിടത്താണ്. അവിടെയാണ് UDFൻ്റെ ഒരു സിറ്റിംഗ് MLA ഇത്തവണ വീണ്ടും ജനവിധി നേടുന്നത്. എന്നാൽ CPM വളരെ കരുതലിലാണ്. കാരണം CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ കളത്തിലിറക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. വി മുരളീധരൻ കേന്ദ്രമന്ത്രി എന്ന ഒരു ഇമേജിൽ മത്സരിക്കാൻ വരുന്നു എന്നത് തന്നെ ഇത്തവണ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ BJP മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടമായി ആറ്റിങ്ങലിനെ മാറ്റുന്നുണ്ട്. കേരളത്തിൽ BJPയുടെ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നതാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ആറ്റിങ്ങലെ ആ സാധ്യത BJP കാണുന്നുണ്ടാവും. തിരുവനന്തപുരത്തിൽ അവരിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നത്.
വേണമെന്ന നിലപാടിനെയൊക്കെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായും ആറ്റിങ്ങൽ അവരുടെ ഒരു പ്രധാന മണ്ഡലമായെന്ന് പ്രധാനമന്ത്രി തന്നെ അവിടെ വി മുരളീധരനോട് നേരിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ അത് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നെങ്കിൽ 28-ൽ നിന്ന് ഇത് 35 ആകാൻ ഒരു 10% വർധനവ് മതി. അത് സാധ്യമാണോ എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. പക്ഷേ ഈ സൈത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വരികയാണെങ്കിൽ അത് വരുമോ അതോ മറ്റൊരു തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ക്വസ്റ്റ്യൻ. എന്തായാലും ഈ CPM തെരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെട്ട ഒരു ഇടമായാണ് ആറ്റിങ്ങൽ എന്നതാണ് CPM കേന്ദ്രങ്ങൾ തന്നെ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ കൈവിട്ട ആറ്റിങ്ങലിനെ തിരികെ പിടിക്കാൻ എന്താണ് CPM കരുതിയിരിക്കുന്നത്? വി ജോയ്ക്ക് അതിന് കഴിയുമോ? വി മുരളീധരനിലൂടെ BJP പുതുചരിത്രം രചിക്കുമോ ആറ്റിങ്ങലിൽ? അടൂർ പ്രകാശ് തന്നെ അവിടെ കറുത്ത കുതിരയാകുമോ? അങ്ങനെ വളരെ പ്രസക്തമായ നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ആറ്റിങ്ങലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ മുന്നണികളും കടക്കുകയാണ്. മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിശകലനങ്ങളുമായി വീണ്ടും നാളെ ഇലക്ഷൻ ചാനൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.